ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് അടിപൊളി കരിമീൻ കറി വെച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അനിയന് കുറച്ച് കരിമീൻ പിടിച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നന്നായി ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മീൻ ആ ഒരു എന്താ പറയുക മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് നല്ല കറിയിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ മീൻ കറി വെക്കുകയാണെങ്കിൽ ഇതേപോലെ മസാല പുരട്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ മീൻ കറിയിൽ ഇടാറ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ പ്രത്യേകിച്ചും കരിമീനൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ അതിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെയുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 ഭാഗവും ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്ത് അപ്പോൾ മീനൊക്കെ ഇതിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇതാ ഇത്രയും വെളിച്ചെണ്ണ ഇതിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്, വലിയ ഉള്ളി. അപ്പോൾ വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഞാനതിലേക്ക് എന്ത് ചെയ്യാണ് പിന്നെ ചെറുതായിട്ട് ഇതേപോലെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലല്ലേ ഉള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടുള്ളൂ. അപ്പോൾ അതാ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഞാനിതിലേക്ക് എന്ത് ചെയ്യാണ് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും ആ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റ് ആയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. അതേപോലെ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുളി ഞാൻ ഇതിലേക്ക് ആ ഒരു കുരുവോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2ഉം 3ഉം ആയ പാലുണ്ടല്ലോ, ആ ഒരു പാൽ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ പാൽ 1-ാം പാൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തീയൊക്കെ കൂട്ടി വെച്ച് നമ്മളെ കറിയൊക്കെ ഇതാ ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഫ്രൈ ചെയ്ത് വെച്ചില്ല ആ ഒരു മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ തലയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു തലയാണ് ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ് മീനും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാക്കണം മീനും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ് കറി ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അധിക സമയം വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതാക്കുന്ന ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാവുമല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാലേ അധിക സമയം നമ്മൾ അടുപ്പത്ത് തന്നെ ഇനി വെച്ചേക്കരുത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു തള വന്നതിന് ശേഷം ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞ വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച കരിമീൻ കറി വെച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിച്ചത്. അപ്പോൾ ഇനി കരിമീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.